നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല. ഇതെന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം മുമ്പിട്ട് നമ്മളവിടുന്ന് ജമ്മുന്ന് തിരിച്ച് നാട്ടിലെത്തി ഇപ്പോൾ 10 ദിവസമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പോസ്റ്റിംഗ് ഔട്ട് പാർട്ടി തന്നതാണ് അവിടെയുള്ള 2 മലയാളി ഫാമിലി. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോഴാണ് അവരൊക്കെ ആയിട്ട് ഒത്തിരി കൂടെ അടുത്തത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരുപാട് മീറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് അവർ നമുക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ബിരിയാണിയും പിന്നെ രാത്രി പൊറോട്ടയും ചിക്കനും ഒക്കെ നമ്മൾ പൊറോട്ട അവിടെ ഒരു ഷോപ്പിൽ കിട്ടുമായിരുന്നു, അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് അടിപൊളിയായിരുന്നു. നമുക്ക് പോസ്റ്റിംഗ് ഔട്ട് പാർട്ടിയൊക്കെ അവർ തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് പോസ്റ്റിംഗ് ഔട്ട് പോവാണ്. ഇവിടുന്ന് ഇറങ്ങും. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി. ഇനി ഈ ക്വാർട്ടേഴ്സ് മുറിയൊന്നും ഇനി കാണത്തില്ല. അപ്പം ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എല്ലാം കണ്ടോ, റൂമ്, ഞങ്ങളുടെ ഹാള്, ഫർണിച്ചറല്ലേ ഇവരുടെ തന്നെ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. ഇപ്പം 4 മണിക്കാണ് ട്രെയിൻ. അയ്യോ, ഓക്കെ. ഹലോ. അപ്പം വൈഗയുടെ ഫ്രണ്ട് ഹർഷുവിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നമുക്ക് അന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇടണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 8 ദിവസം, നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ 8-9 ദിവസമായി കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി അവരെ മീറ്റ് ചെയ്യുമെന്ന് തന്നെ അറിയാം. എല്ലാ ചെടിയൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഒരു 4-5 എണ്ണം. അപ്പോൾ ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്തോളാൻ പറഞ്ഞ്, എന്നിട്ട് ബാക്കി എല്ലാം സെറ്റായി ഇറങ്ങാം. വൈക അവർക്കും ഉടനെ പോസ്റ്റിംഗ് ഔട്ടൊക്കെ ആവുക കേട്ടോ. അവരും ഇവിടുന്ന് പോവുക. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണത്തില്ല. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ടൊക്കെ വരാമെന്ന് വെച്ചു. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഹിസാറിലോട്ട് അയച്ചു കേട്ടോ, അടുത്ത പോസ്റ്റിംഗ് പോകാൻ സ്ഥലത്ത്. ഇപ്പോൾ നമുക്ക് ഒന്നും കിട്ടുമെന്നൊന്നും അറിയില്ല അവിടുത്തെ ക്വാർട്ടേഴ്സ്. അങ്ങനെ എല്ലാവരെയും കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. हर्षु, वाइगा, हेलो बोलो, हाय बोलो. ക്യാൻറ്റീൻ ഇറങ്ങാൻ നേരത്തുള്ള വീഡിയോ ഒന്നും എടുക്കാനുള്ള ഇമോഷണൽ അവസ്ഥയിലല്ലായിരുന്നു ഞാൻ. കുറച്ച് ഇമോഷണലായിപ്പോൾ ഞങ്ങളെല്ലാവരും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇനി മീറ്റ് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ടാക്കാനായിട്ട് ഇവിടെ വിച്ചുവിൻ്റെ ഫ്രണ്ട് ഹനുമന്ത് ഭായിയും വൈഫ് ക്രാന്തിയും പിന്നെ ഹർഷും അവരാണ് വന്നത് നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരും നന്നായിട്ട് ഇമോഷണലായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ. പാവം ക്രാന്തി നല്ല ഇമോഷണലായിരുന്നു. അവൾ ഒരുപാട് കരഞ്ഞു. നമുക്കറിയത്തില്ല ഇനി നമ്മൾ മീറ്റ് ചെയ്യുമെന്ന് പോലെ അറിയത്തില്ല. ഇനി അവരുടെ നാട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഇനി അവരെന്ന് മീറ്റ് ചെയ്യുമെന്ന്. മിസ് ചെയ്യുന്നുണ്ടോ ഹർഷുവിനെ? മിസ് ചെയ്യുന്നുണ്ടോ? ഇനി ഹർഷുവിനെ കാണത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വന്ദേ ഭാരതിലാട്ടോ പോകുന്നത്. ഡൽഹി വരെ വന്ദേ ഭാരതിൽ. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഡൽഹിയിൽ നിന്ന് രാജധാനിയിൽ. നമ്മൾ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളു വൈക.
അപ്പം നമുക്ക് വന്ദേ ഭാരതിൽ കയറിയപ്പോൾ തന്നെ ടീയും സ്നാക്സും ഒക്കെ കിട്ടി. ആ അത് അയ്യോ മറന്നേന്ന് പറ. വന്ദേ ഭാരതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്. വന്ദേ ഭാരത് വൈകിട്ട് 4:30 4 മണിയോ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 4:30 4 മണിക്കായിരുന്നു അവിടുന്ന് ജമ്മുവിൽ നിന്ന്. അവിടുന്ന് ഡൽഹി വരെ 11 കറക്റ്റ് 11-ന് നമ്മളവിടെ എത്തി. വൈകിട്ട് ഇരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിരകി നടക്കുക. പുറയിലും മുമ്പിലും ഒക്കെ പിള്ളേരുണ്ട്, എല്ലാവരും ഇതൊക്കെ തന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡിന്നർ വന്നു. നോർമൽ നമ്മൾ വെജ് ഓർഡർ ചെയ്ത് ഡിന്നറിന് റൊട്ടി, പനീർ, റൈസ്, ദാല്, പിന്നെ ഒരു പിക്കിളും പിന്നെ തൈരും ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടറ്റോ ഫ്രൈ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പൊട്ടറ്റോ ഫ്രൈ. ഞാൻ വിച്ചു അത് കഴിക്കത്തില്ല, അപ്പം വിച്ചുവിൻ്റെയും കൂടെ വാങ്ങിച്ച് ഞാൻ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിന്നർ. ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഐസ്ക്രീമും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫ്രീസായിട്ടിരിക്കും. ഒന്നാമത് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ തണുപ്പാണ്. ഡൽഹി എത്തി എന്നിട്ട് ഞാനൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങളിപ്പോൾ ഡൽഹിയിൽ വന്ന് ഇവിടുന്ന് ഇനി നാളെ രാവിലെ ഇവിടുന്ന് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ പോകണം. നാളെ രാവിലെ നമുക്ക് രാജധാനി എക്സ്പ്രസ് കേരളത്തിലോട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ലോക്കൽ ട്രെയിനിൽ കയറി ഡൽഹിയിൽ നിന്ന് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഇറങ്ങണം. അവിടെ നിന്നാണ് നമുക്ക് രാജധാനി ഉള്ളത്. അപ്പം അവിടെ രാത്രി ആയതുകൊണ്ട് വൈകി ഭയങ്കര മൂശമായിട്ടായിരുന്നു, ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ടാണ് നമ്മളല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വരാമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള ലഗേജൊക്കെ നമ്മളവിടെ അടുത്തടുത്ത് പോസ്റ്റിങ് പോകുന്ന സ്ഥലത്തോട്ട് അയച്ചു. അവിടെ പക്ഷേ നമുക്ക് ഇതുവരെ കോട്ടേഴ്സൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതെന്ന് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും സാധനങ്ങളൊക്കെ അങ്ങ് അയച്ചു. അങ്ങനെ രാത്രി ഞങ്ങളവിടെ ഒരു അവിടുത്തെ വെയിറ്റിംഗ് റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല, അതുകൊണ്ട് വീഡിയോയും എടുത്തില്ല. അങ്ങനെ രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് രാജധാനി വന്നു. കയറി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷായി. അങ്ങ് ആ താഴത്തെ സീറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് നോക്കിയേ. കിടന്നോ നമ്മള് സൈഡില് അപ്പർ ബെർത്തും താഴത്തെ ബെർത്തും ഉണ്ട്. നിഗമ്മേ ഞാനും ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷായി ബ്രഷൊക്കെ ചെയ്തിട്ട് വന്ന് ഞങ്ങളങ്ങനെ രാജധാനിയിൽ കയറി. സമയം ഇപ്പം എത്രയാണ്? 6 മണി. അത് വൈഗാസ് വേൾഡ് ആട്ടോ. അപ്പർ ബെർത്തില്ല, അതാണ് വൈഗാസ് വേൾഡ് എന്ന് പറയുന്നത്. നമ്മൾ സൈഡിലെ 2 സീറ്റ്, അത് നമ്മുടെ ഇവിടുന്ന് സൈഡിലെ 2 സീറ്റും പിന്നെ ഈ താഴത്തെ സീറ്റ് അതും കൂടെ നമ്മൾ ബുക്ക് ചെയ്തത്. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ 11 മണിയായി എണീറ്റപ്പോൾ കേട്ടോ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്ന് വൈകുമ്പോൾ നല്ല ഉറക്കമാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം 11 മണി കേട്ടോ. നല്ലപോലെ ഉറങ്ങി. 2-3 ദിവസമായിട്ട് ഉറങ്ങാതിരുന്നുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. എന്നിട്ട് ഞങ്ങൾ 2 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രെഡ് ഓംലെറ്റാണേ.
ഞാനൊന്ന് ആലോചിച്ചു ഇയാളടുത്ത് വീണോ ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ജ്യൂസ് ഇഷ്ടപ്പെട്ടില്ല, ലെമണേഡ് ജ്യൂസ്. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു സ്റ്റേഷൻ്റെ അവിടെ വന്നു. എനിക്ക് ട്രെയിനിൽ ചായ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അല്ലാതെ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചപ്പോഴത്തേക്കും ഒന്ന് ഓണായി കേട്ടോ. അത് കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പം സ്കിൻ കെയറിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് കാണിക്കാമേ. പ്ലമ്മിൻ്റെ ഇത് ടോണറാണ്. പ്ലമ്മിൻ്റെ തന്നെ ടോണറും സെറമും പിന്നെ മോയ്സ്ചറൈസറും ഉപയോഗിക്കും. അത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. എനിക്ക് നല്ല പോലെ മുഖക്കുരുവും പാടും ഉള്ള സ്കിന്നാണ്. ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരും, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ പിഗ്മെൻറ്റേഷൻ, എല്ലാത്തരം പ്രശ്നങ്ങളും ഉള്ള സ്കിന്നാണ് കേട്ടോ. ഡ്രൈനെസ് ഒക്കെയുള്ള. അപ്പം ഞാനിപ്പോൾ കറക്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് മാറ്റമുണ്ട്. കംപ്ലീറ്റ്ലി മാറിയെന്നല്ല, ഓൺ ദ പ്രോസസ്സാണ്. ഒരുപാട് മാറ്റമുണ്ട്. അപ്പം അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്ക് വൈകയൊക്കെ എണീറ്റ് കേട്ടോ. എണീറ്റ് വന്ന് മോളിൽ നിന്ന് ഒരു വിധത്തിൽ അതാഴോട്ട് ഇറക്കി. പക്ഷെ സമയം പല്ല് തേച്ച് കഴിഞ്ഞു. ഉറങ്ങിപ്പോയേ ഉള്ളോ? എത്തിയില്ല. നമുക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പേടൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ കുഞ്ഞിനെ? നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയേ, നിക്ക്. ഞാൻ ആവെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാമെന്ന് അവൾ കേട്ടില്ല. അതിനകത്ത് കുറച്ച് പിച്ച എന്തോ കഴിച്ചു, പക്ഷെ ബട്ടർ ഫുള്ള് കഴിച്ചിട്ട് അവൾ പോയി. ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് പോയി അച്ഛൻ്റെ അടുത്ത് കിടന്ന്. എന്താ ചെയ്യാനാ. അപ്പോഴത്തേക്ക് ഉച്ചയായി. ഉച്ചക്കത്തേക്ക് നമുക്ക് ലഞ്ചും വന്നു. വന്ദേ ഭാരതിൽ നമുക്ക് വന്ന സെയിം പാറ്റേൺ ഓഫ് ഫുഡ് ലഞ്ച് തന്നെ ആവും. നമ്മൾ വെജാണ് ഓർഡർ ചെയ്തത് ഉച്ചക്കത്തേക്ക്. രാത്രിയിലത്തേക്ക് നോൺ വെജ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ സെയിം സാധനം തന്നെ വന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ സ്നാക്സൊക്കെ വന്നു. സെയിം സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഗുലാബ് ജാം ഉണ്ടായിരുന്നു. ചായ ആസ് നോർമൽ. എനിക്ക് പക്ഷെ ചായ ഇഷ്ടപ്പെട്ടില്ല. ചായ എനിക്ക് ഇത് ഇഷ്ടമല്ല. അല്ലാതെ നമ്മൾ വരും, അല്ലാതെ അവർ പുറത്ത് നമ്മൾ സ്റ്റേഷനിലൊക്കെ നിർത്തുമ്പോഴാണ് ചായ വാങ്ങിച്ചിട്ട് കുടിക്കുന്നത്. പിന്നെ നമുക്കല്ലാതെ പാറ്റീസും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടായിരുന്നു സ്നാക്സ്. അപ്പോൾ നമ്മൾ ആദ്യം 2 ദിവസമൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങ് മടുക്കും. സൂറത്തിലെത്തി. അപ്പോൾ നമ്മൾ ഗുജറാത്തെത്തി. ഗുജറാത്താണ്. എന്ത് ബ്യൂട്ടിഫുൾ സിറ്റി വ്യൂ ആണെന്ന് നോക്കിയേ. പിന്നെ ഏതൊക്കെയോ സ്ഥലങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ഇത് മഹാരാഷ്ട്രയാണെന്ന് തോന്നുന്നു.
അപ്പോൾ വിച്ചുനോട് ഞാൻ ചോദിച്ചായിരുന്നു മഹാരാഷ്ട്ര ആണോ എന്തോ ചോദിച്ചായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ 8-9 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു വണ്ടേ ഇറങ്ങി വരുന്നുണ്ടോ, ഒരു സൗകര്യവും തരത്തില്ലേ സാധനം. അപ്പിത മുത്തുന്നോ ലേസ് കഴിക്കല്ലെന്ന് ഞാൻ പറഞ്ഞല്ലയോ. അപ്പിത മുത്തുന്നു. അങ്ങനെ വൈകമോനെയും കൊണ്ട് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡിന്നറും വന്നു. നമ്മൾ നോൺ വെജ് ഓർഡർ ചെയ്ത. നോൺ വെജിൽ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ചിക്കൻ തന്നെ. ചിക്കൻ ഉണ്ടാവും, പിന്നെ എന്തൊക്കെയാ, റൈസ്, ദാല്, റൊട്ടി, ചിക്കൻ, പിന്നെ നമ്മുടെ പായസം, ഖീർ ഉണ്ടായിരുന്നു. പൊട്ടറ്റോ ഫ്രൈ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കുശാലായിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ദാണ്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഇങ്ങനെ കിടന്നു. ലൈറ്റ് ഇടാം. Good night. Good night. Good night. അപ്പോൾ വൈഗ ഉറങ്ങുന്നവരെ വിച്ചു വൈഗയുടെ കൂടെ ഈ നിൽപ്പ് നിൽക്കും. എന്താണ്ട് ഇങ്ങനെ ഒറ്റ നിൽപ്പ് നിൽക്കും. അവൾ ഉറങ്ങുന്നവരെ അവിടെ നിൽക്കും കേട്ടോ. ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിന്നെയും ചായ കുടിക്കാനുള്ള ക്രീവിങ്സ് ഇങ്ങനെ ഉണർന്നു. അപ്പോൾ അടുത്ത സ്റ്റേഷനെത്തി പെട്ടെന്ന് ഒരു ചായ വാങ്ങിച്ച് അവിടെ വെച്ച് തന്നെ കുടിച്ചു. നമ്മുടെ ഡോറിനടുത്ത് തന്നെ കേട്ടോ നമ്മുടെ സീറ്റ്. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉള്ള സീറ്റ് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിച്ചു. ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് ഡേയിലെ വീഡിയോ അടുത്തതായിട്ട് ഇടാം, കാരണം ഇത് കുറച്ച് ലെങ്തി ആവും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം മൈ സൈഡ്.